ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടിവരും? ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എല്ലാവർക്കും കഴിഞ്ഞുപോയ തിരുവനന്തപുരം LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരാൻ പോകുന്ന LDCക്കാർ നിർബന്ധമായിട്ടും കാണണം. കണ്ടാൽ ലാഭം മാത്രമേ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. കാര്യം PSC എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായില്ല. ഇനിയും കുറേ അധികം ജില്ലകളുടെ പരീക്ഷകൾ കുറേ തവണകളിലായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ സിമ്പിൾ ആണെന്ന് കരുതി ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ളതെല്ലാം സിമ്പിൾ ആണെന്നില്ല. എന്നാൽ ആദ്യത്തെ സിമ്പിൾ ആണെങ്കിൽ ബാക്കി സിമ്പിൾ ആയിക്കൂടാ എന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കടന്നുപോയ ഒരു LDC പരീക്ഷയിൽ നിന്നും PSC ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ ഈ അടുത്തിടെ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായ ഈ ക്ലാസ് ആദ്യാവസാനം കണ്ട് നോട്ട് തയ്യാറാക്കി പഠിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് പരിശീലിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കുന്നു. ശരി, നമ്മുടെ ഇന്നത്തെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്. 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്ര? ഒരിക്കൽ കൂടി, 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ചോദ്യം. വേണമെങ്കിൽ നമുക്ക് ആ ചോദ്യത്തെ ഇങ്ങനെയും പറയാം. 840 രൂപ വിലയുള്ള സാധനം 714 രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര? ഇവിടെ ഡിസ്കൗണ്ടിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നഷ്ടമെന്ന് വേണമെങ്കിലും വായിക്കാം. 840 രൂപ വിലയുള്ള സാധനമായിരുന്നു, അത് 714 വിറ്റാൽ ഇവിടെ നഷ്ടത്തിലാണ് വിറ്റതെന്ന് മനസ്സിലാക്കാം. എങ്കിൽ നഷ്ടത്തിന്റെ ശതമാനം, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഡിസ്കൗണ്ടിലാണ് വിറ്റത് എങ്കിൽ ആ ഡിസ്കൗണ്ടിന്റെ ശതമാനം എന്നാണ് ചോദ്യം. ശരി, ഓപ്ഷൻ ഉണ്ട് 20, 15, 17, 10. അങ്ങനെ ഒന്നുമില്ല. നമുക്കറിയാം 840 രൂപ വിലയുള്ള സാധനമാണ്. 840 രൂപ വിലയുള്ള സാധനമാണ്, ശരിയാണോ? 840 രൂപയാണ് ഇതിന്റെ വില. അത് 714 വിറ്റാൽ എത്ര രൂപ കുറച്ചാണ് വിറ്റത് എന്നെങ്ങനെ കണ്ടുപിടിക്കും? 840 രൂപ വിലയുള്ള സാധനം 714 വിൽക്കുമ്പം എത്ര രൂപ കുറച്ചാണ് വിറ്റത് എന്ന് കണ്ടുപിടിക്കാൻ അവർ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 10 ന്ന് 4 പോയാൽ 6 എന്ന് വായിക്കാം. ശരി, ഇവിടെ പിന്നെ 3 ഉള്ളു. 3 ന്ന് 1 പോയ മക്കളെ 2, 8 ന്ന് 7 പോയ 1. മനസ്സിലായി? 126. അതായത് 126 രൂപ കുറച്ചാണ് വിറ്റത്. 840 രൂപയുടെ സാധനം 714 വിറ്റപ്പം 126 രൂപ കുറച്ചു. എങ്കിൽ ആ കുറവിന്റെ ശതമാനമാണ് ചോദ്യം, അഥവാ ഡിസ്കൗണ്ടിന്റെ ശതമാനം. നമുക്കറിയാം ഡിസ്കൗണ്ടിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട്, അതായത് ഈ 126 രൂപ കുറച്ചാണ് വിറ്റത് എങ്കിൽ ആ 126 എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനൊന്നുമില്ല. 126ന്റെ ശതമാനം കണ്ടുപിടിക്കാൻ 126 ഇതിന്റെ കറക്റ്റ് വില എത്രയായിരുന്നു? 840. അതായത് കോസ്റ്റ് പ്രൈസ് അങ്ങനെ ഡിസ്കൗണ്ട് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് ബൈ കോസ്റ്റ് പ്രൈസ് യഥാർത്ഥ വില ഗുണം 100. ഇതാ 0 വെട്ടിക്കളയാം. നമുക്ക് 126നെ 84നെയും 2 കൊണ്ട് വെട്ടാം. അങ്ങനെ വെട്ടുമ്പം ഇവിടെ 42 എന്ന് വരും, ഇവിടെ 63 എന്ന് വരും. ഓക്കെ, 63നെയും 42നെയും ഇനിയും നമുക്ക് 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് 4നകത്ത് 3 ഒരു വെട്ടം, ശിഷ്ടം 1. 12നകത്ത് 3 4 വെട്ടം. 6നകത്ത് 3 2 വെട്ടം, 3നകത്ത് 3 ഒരു വെട്ടം. 21/14 എന്ന് വരും. 14നെ 21നെ നമുക്ക് 7 കൊണ്ട് വെട്ടാം. 14നകത്ത് 7 2 വെട്ടം. 21നകത്ത് 7 3 വെട്ടം. 3/2 എന്ന് വരും. 2നെയും 10നെയും 5 കൊണ്ട് വെട്ടാം. 2നകത്ത് 2 ഒരു വെട്ടം. 10നകത്ത് 2 5 വെട്ടം. ഇനി വെട്ടാനൊന്നുമില്ല. 5 ഗുണം 3 15. നമ്മുടെ ശരി ഉത്തരം ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് മക്കളെ 15%. ഡിസ്കൗണ്ടിന്റെ ശതമാനം എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം 15. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്ലിയർ അല്ലയോ? നമുക്ക് ഇതേപോലെയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇത്തരത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഒന്ന് പരിശോധിച്ചാലോ? നമുക്ക് അത്തരം ഒരു ചോദ്യത്തിലോട്ട് പോകാം. ഇത് പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലോട്ട്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 20% വിലക്കുറവിലാണ് ഒരു സാരി വിറ്റത്.
കടയുടമയ്ക്ക് 20% ലാഭം ലഭിക്കുകയും സാരിയുടെ വില 500 രൂപയും ആണെങ്കിൽ പരസ്യവില എത്ര? ഓപ്ഷൻ ഉണ്ട് 600, 700, 750, 720. ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 20% വിലക്കുറവിലാണ് ഒരു സാരി വിറ്റത്. കടയുടമയ്ക്ക് 20% ലാഭം ലഭിക്കുകയും സാരിയുടെ വില 500 രൂപയുമാണെങ്കിൽ പരസ്യവിലയാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഈ നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എടാ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ 100 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി. ഞാനൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. ഞാൻ 100 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി. എന്നിട്ട് എൻ്റെ കടയിൽ കൊണ്ടുവന്ന ആ സാരിയുടെ പുറത്ത് 200 രൂപ എന്ന് പരസ്യവില എഴുതി ഒട്ടിച്ച്. എന്നിട്ട് ഒരു കസ്റ്റമർ വാങ്ങാൻ വരുമ്പം ഞാനത് 150 രൂപയ്ക്ക് വിൽക്കുന്നു. ഇതാണ് സംഭവം. ഞാൻ 100-ന് വാങ്ങി, മക്കളെ 200 എന്ന് എഴുതി സാരിയുടെ പുറത്ത് ഒട്ടിച്ച്, ശേഷം ഒരു കസ്റ്റമർ വരുമ്പം 150 രൂപയ്ക്ക് വിൽക്കുന്നു. കസ്റ്റമർ വിചാരിക്കും ഞാൻ എൻ്റെ യഥാർത്ഥ വിലയിൽ നിന്നും കുറച്ചിട്ടാണ് കൊടുത്തതെന്ന്. ആണോ? അല്ല. എടാ എനിക്ക് ലാഭമുണ്ട്. കാര്യം ഞാൻ 100-ന് വാങ്ങിയതാ, 150-ന് വിറ്റപ്പം എനിക്ക് എന്തായാലും ലാഭമുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ശരി, നമുക്കിതാ ചോദ്യം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. മക്കളെ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ 20% വിലക്കുറവിലാണ് ഒരു സാരി വിറ്റത് എന്ന് പറഞ്ഞ എടാ കറക്റ്റ് പരസ്യവില ഞാൻ പറഞ്ഞല്ലോ, 200 എന്ന് എഴുതി ഒട്ടിക്കും. ഞാൻ പരസ്യവില 200 എന്ന് എഴുതി ഒട്ടിച്ചിട്ട് അതിനകത്ത് നിശ്ചിതമായ തുക കുറച്ചു കൊടുക്കും. ശരി, അപ്പം പരസ്യ വിലയിൽ നിന്നും മക്കളെ 20% വില കുറച്ചല്ലിയ സാരി വിറ്റത്. പരസ്യ വിലയിൽ നിന്നും 20% കുറച്ചാ വിറ്റത്. ഓക്കെ, എന്നാലും കടയുടമയ്ക്ക് 20% ലാഭം കിട്ടി. മക്കളെ, അപ്പോഴും കടയുടമയ്ക്ക് 20% ലാഭം ഉണ്ട്. ഓക്കെ, സാരിയുടെ വില 500 രൂപയാണ് എന്ന് പറഞ്ഞാൽ സാരിയുടെ യഥാർത്ഥ വില, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വെറും വിലയെന്ന് മാത്രം പറഞ്ഞാൽ മക്കളെ അത് വാങ്ങിയ വിലയാണ്, കോസ്റ്റ് പ്രൈസാണ്. അപ്പൊ മനസ്സിലായി, സാരിയുടെ കോസ്റ്റ് പ്രൈസ്, സാരിയുടെ യഥാർത്ഥ വില 500 രൂപയാണ് എന്ന് പറഞ്ഞാൽ ആ കടക്കാരൻ ആ സാരി വാങ്ങിയത് മക്കളെ 500 രൂപയ്ക്കാണ്. കടക്കാരൻ ആ സാരി വാങ്ങിയത് 500 രൂപയ്ക്കാണ്. എങ്കിൽ നമുക്കിതാ പറയാം, എടാ കടക്കാരൻ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100% വില. എങ്കിൽ ആ 100% വില എന്നത് മക്കളെ 500 രൂപയാണ്. എടാ 100% വില എന്നത് 500 രൂപയാണ്. കടക്കാരൻ ആ സാരി വാങ്ങിയത് 500 രൂപയ്ക്കാണ്. കാര്യം സാരിയുടെ വില 500 എന്ന് പറഞ്ഞാൽ മക്കളെ കടക്കാരൻ വാങ്ങിയ വില 500. ശരി, നമുക്കറിയാം ഈ കടക്കാരൻ എന്നിട്ട് എന്തോ ചെയ്യുന്നേ, 20% ലാഭത്തിലല്ലയോ സാരി വിറ്റത്. എടാ ഇവൻ 500-ന് മേടിച്ച് എന്ന് പറഞ്ഞാൽ 100% കൊടുത്ത് മേടിച്ച്. ശേഷം ഇവൻ 20% ലാഭത്തിനല്ലേ വിറ്റത്. ആണ്. എങ്കിൽ ഇവൻ 20% ലാഭത്തിന് വിൽക്കുമ്പം 120%-നാണ് വിൽക്കുന്നത്. എങ്കിൽ ആ 120% എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ശരി, എങ്കിൽ നമുക്കറിയാം ഇത് ക്രോസ് ഗുണിച്ചാൽ മതി. ക്രോസ് ഗുണിക്കുമ്പം മക്കളെ 120 ഗുണം എത്ര, 500 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ശരി, 0 വെട്ടിക്കളയാം. 12×5 60, 600 എന്ന് വരും. അതായത് മക്കളെ സാരിയുടെ വിറ്റ വില 600. കടക്കാരൻ മക്കളെ 500-ന് വാങ്ങി, എന്നിട്ട് 20% ലാഭം കൂടി കൂട്ടിച്ചേർത്ത് 600-ന് വിറ്റു. ക്ലിയർ ആണേ? ഇത്രയും ക്ലിയർ ആണേ? ശരി, ഇനി നിങ്ങൾ ആലോചിക്കും, ഈ 600-ന് വന്ന് മേടിച്ചൊരു കസ്റ്റമർ ഉണ്ടല്ലോ, 600 രൂപയ്ക്കാണ് ഒരു കസ്റ്റമർ ഈ സാധനം മേടിച്ചത്. കാര്യം അവൻ എന്താ, കടക്കാരൻ 500 മേടിച്ചിട്ട് 20% ലാഭം ചേർത്ത് 600-ന് വിറ്റ്. എന്നാൽ ഈ നമ്മുടെ കസ്റ്റമർ ഈ സാരി വാങ്ങാൻ വരുമ്പം 600 എന്നാണോ സാരിയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. നമുക്കറിയാം അതിനേക്കാൾ വലിയൊരു പരസ്യവില എഴുതി ഒട്ടിച്ചിട്ടാണ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഒരു 20% കുറച്ചു കൊടുക്കുന്നത്. ശരിയല്ലയോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക്, എടാ കസ്റ്റമർ വന്ന് കാണുന്ന യഥാർത്ഥ ഒരു വിലയുണ്ട്, പരസ്യവില. ആ പരസ്യവിലയിൽ നിന്നും 20% കുറച്ചാണ് സാരി വിറ്റത് എന്ന് പറയുന്നത്. എടാ പരസ്യ വിലയിൽ നിന്നും 20% കുറച്ചാണ് സാരി വിറ്റത്. ശരിയാണോ? എങ്കിൽ നമുക്ക് മനസ്സിലായി, എടാ ഒരു കസ്റ്റമർ കാണുന്ന യഥാർത്ഥ 100% വിലയാണ് പരസ്യവില. കസ്റ്റമറെ സംബന്ധിച്ച്, എടാ ഇത് നമ്മൾ കടക്കാരനെ സംബന്ധിച്ചാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി കസ്റ്റമറെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കസ്റ്റമർ കടയിലോട്ട് വരുമ്പം അതിനകത്തൊരു വില എഴുതി വെച്ചിരിക്കുന്നത്. ആ വിലയാണ് കസ്റ്റമറുടെ 100% വില. ആ വിലയാണ് കസ്റ്റമറിന്റെ 100% വില. ശരിയാണോ? അതിൽ നിന്നുമാണ് 20% കുറച്ച് കസ്റ്റമർക്ക് സാധനം വിറ്റത്. എങ്കിൽ മനസ്സിലായി, എടാ 600 രൂപയ്ക്കാണ് കസ്റ്റമർ അത് വാങ്ങിയത്. ആ 600 രൂപ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ച് മക്കളെ 80% വിലയില്ലയോ? കസ്റ്റമറെ സംബന്ധിച്ച് 80% വിലയില്ലയോ? കാര്യം കസ്റ്റമറെ സംബന്ധിച്ച് 100% വില പരസ്യവിലയാണ്. 100% വില പരസ്യവിലയാണ്.
ആ 100% നിന്നാണ് 20% കുറച്ച് കസ്റ്റമർക്ക് കൊടുത്തത്. എങ്കിൽ കസ്റ്റമർ അത് മേടിച്ചത് പരസ്യ വിലയേക്കാൾ 20% കുറച്ചാണ് എന്ന് പറഞ്ഞ് 80%-നാണ് മേടിച്ചത്. എങ്കിൽ മക്കളെ 80%-നാണ് കസ്റ്റമർ മേടിച്ചത്. എങ്കിൽ കസ്റ്റമറുടെ 80% എന്ന് പറഞ്ഞ 600 അല്ലയോ? ശരിയാണോ? എങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച് 100% വിലയല്ലേ മക്കളെ പരസ്യവില? കസ്റ്റമറെ സംബന്ധിച്ച് 100% വിലയല്ലേ പരസ്യവില? ആണ്. കസ്റ്റമർ 80%-നാണ് അത് മേടിച്ചത്. കാര്യം കസ്റ്റമർ 100% വിലയാണ് സാരിയിൽ കണ്ടത്. പക്ഷേ കടക്കാരൻ അതിനകത്ത് നിന്ന് 20% കുറച്ചാണ് കസ്റ്റമർക്ക് വിറ്റത്. അപ്പൊ 80%-നാണ് കസ്റ്റമർക്ക് വിറ്റത്. എങ്കിൽ 80% 600. എങ്കിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന 100% വിലയാണ് പരസ്യവില. അത് കണ്ടുപിടിക്കാൻ ക്രോസ് ഗുണിച്ചാൽ മതി. 100 ഗുണം 600 ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. 0 വെട്ടിക്കളയാം. ഓക്കെ. ശേഷം നമുക്ക് 8 കൊണ്ടും 8നെ 60നെ 4 കൊണ്ട് വെട്ടാം. ഇവിടെ 2 തവണ, ഇവിടെ 4 ഒരു തവണ, ശിഷ്ടൻ 2 20-നകത്തിൽ 5 തവണ, 2-നകത്ത് 2 ഒരു തവണ, 100-നകത്ത് 2 50 തവണ, 15 5 75, ഒരു 0 ഉണ്ട്, 750 എന്ന് വരും. എങ്കിൽ ദാ സാരിയുടെ പരസ്യവില മക്കളെ 750 ആയിരുന്നു. മനസ്സിലായോ? ഒന്നുമില്ല, ഒന്നുകൂടെ വേഗത്തിൽ പറയാം. എടാ, കടക്കാരൻ 100% കൊടുത്താ മേടിച്ചത്. കടക്കാരൻ ആ സാധനം വിറ്റത് 20% ലാഭത്തിനാ എന്ന് പറഞ്ഞാൽ 120%-നാ, 600 എന്ന് വരും. ഇത് കടക്കാരനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇനി കസ്റ്റമറിലോട്ട് പോവാം. മക്കളെ, കസ്റ്റമർ വന്ന് മേടിക്കുന്നത് പരസ്യവിലയിലല്ല, പരസ്യവിലയേക്കാൾ 20% കുറച്ചാ. എങ്കിൽ പരസ്യവിലയെ നമുക്ക് 100% എന്ന് വിളിക്കാം. പരസ്യവിലയെ അതിനകത്ത് നിന്ന് 20% കുറച്ചല്ലേ കസ്റ്റമർ മേടിച്ചത്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പരസ്യവിലയുടെ 20% കുറച്ചാണ് മേടിച്ചത്. അതായത് 80%-നാണ് വാങ്ങിയത്. എങ്കിൽ 80% 600. എങ്കിൽ 100%-ആണ് പരസ്യവില 750. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ഉണ്ട് 138, 128, 130, 100. നമ്മൾ ശരാശരി എന്ന ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. സ്ഥിരം PSC പാറ്റേണിൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ചോദ്യവും. നിങ്ങളെ ഒന്നുമില്ല, 11 സംഖ്യകളുടെ ശരാശരി 66. നമ്മൾ ഇത് വളരെ വ്യക്തമായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എടാ, 11 സംഖ്യകളുടെ ശരാശരി 66 എന്ന് പറയുമ്പം ആദ്യം അവർ പറയുന്ന എണ്ണം 11. അതിന് നേരെ അവരുടെ ശരാശരി എത്ര? 66. ആദ്യം പറയുന്ന എണ്ണം 11, അവരുടെ ശരാശരി എണ്ണം ശരാശരി. മക്കളെ, എണ്ണം ശരാശരി. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ എണ്ണം എത്ര ആകും? 12 ആകും. ശരി, ശരാശരി എന്താകും? ശരാശരി 72 എന്നാ പറയുന്നത്. 72. എങ്കിൽ ശരാശരി മക്കളേതാ ഇവിടെ 72. ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന എണ്ണം 11, അവരുടെ ശരാശരി 66. രണ്ടാമത് തന്നിരിക്കുന്ന എണ്ണം 12, അവരുടെ ശരാശരി 72. എങ്കിൽ കൂട്ടി ചേർക്കപ്പെട്ട സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന മാർഗം 11-ന് 12 ആവാൻ 1 കൂടണം. അപ്പോൾ +1 എഴുതും. 66 72 ആവാൻ, 66 72 ആവാൻ നമുക്കറിയാം 6 കൂടണം. അതുകൊണ്ട് +6 എന്ന് എഴുതും. ഓക്കെ ആണോ? 11 12 ആവാൻ 1 കൂടണം, അതുകൊണ്ട് +1. 66 72 ആവാൻ 6 കൂടണം, അതുകൊണ്ട് +6. ഇനി ദാ ആ കൂട്ടി ചേർക്കപ്പെട്ട സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ ഗുണിക്കും. ആദ്യം +1 × 72 എന്ന് പറഞ്ഞാൽ +72. +1 × 72 +72. അടുത്തത് ദാ ഇങ്ങനെ ഗുണിക്കും. ശരിയാണോ? +6 × 11 +6 × 11. നമുക്കറിയാം +6 × +11 എന്ന് പറഞ്ഞാൽ +66. ശരി, അപ്പൊ 72 + 66 എന്ന് വരും. കൂട്ടിയാൽ മതി. 6 2 8, 6 6 12 1 13, 138. എങ്കിൽ കൂട്ടി ചേർക്കപ്പെട്ട സംഖ്യ ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 138 ആണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലിയർ അല്ലയോ? ഓക്കെ ആണേ. അപ്പൊ നമുക്ക് ഇത്തരത്തിലെ ഒരു ചോദ്യം കൂടെ നോക്കിയാലോ. വന്നേ, 21 കുട്ടികളുടെ ശരാശരി മാർക്ക് 32 ആണ്. ഒരാളെ ഒഴിവാക്കിയപ്പോൾ ശരാശരി 1 കൂടും. ഒഴിവാക്കിയ ആളുടെ മാർക്ക് എത്ര? ഇതാണ് ചോദ്യം. ഒഴിവാക്കിയ ആളുടെ മാർക്ക് എത്ര? ഭാരമല്ല, മാർക്ക്. 21 കുട്ടികളുടെ ശരാശരി മാർക്ക് 32 ആണ്. ഒരാളെ ഒഴിവാക്കിയപ്പോൾ ശരാശരി 1 കൂടും. ഒഴിവാക്കിയ ആളുടെ മാർക്ക് എത്ര? നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
മക്കളെ ഈ സെയിം മെത്തേഡ് തന്നെ 21 കുട്ടികളുടെ ശരാശരി മാർക്ക് 32. എടാ 21 കുട്ടികളുടെ ശരാശരി മാർക്ക് 32 അങ്ങോട്ട് എഴുതി. ആദ്യ എണ്ണം അതിന് നേരെ അവരുടെ ശരാശരി. ഒരാളെ ഒഴിവാക്കിയപ്പോൾ നമുക്കറിയാം ഒരാളെ ഒഴിവാക്കുമ്പോൾ എണ്ണം 20 ആകും. ഒരാളെ ഒഴിവാക്കിയപ്പോൾ എന്തുവായി? ശരാശരി മക്കളെ 1 കൂടുമെന്നാ പറയുന്നത്. എങ്കിൽ 32 എന്നുള്ളത് 33 ആകുമെന്നാ പറയുന്നത്. എങ്കിൽ ഒഴിവാക്കിയ ആളുടെ ഭാരം ഒന്നുമില്ല, പഴയ എണ്ണം 21, പുതിയ എണ്ണം 20. 21 20 ആവാൻ എന്തോ നടക്കണ്ടേ? 21 20 ആകാൻ മക്കളെ 1 കുറയണം. അതുകൊണ്ട് -1 എന്നെഴുതണം. 21 20 ആവാൻ 1 കുറയണം, -1 എന്ന് എഴുതണം. 32 33 ആവാൻ 1 കൂടണം, അപ്പൊ +1 എന്ന് എഴുതണം. ശരിയാണോ? +1. അടുത്തത് -1 × 33. ദാ ഇങ്ങനെ ഗുണിക്കും. -1 × 33 എന്ന് പറഞ്ഞാൽ മക്കളെ -33. ഓക്കെ. അടുത്തത് ദാ ഇങ്ങനെ ഗുണിക്കും. ശരിയാണോ? ദാ അങ്ങനെ ഗുണിക്കുമ്പം എന്താ വരുന്നത്? +1 × 21. നമുക്കറിയാം +21. +1 × 21 +21. ഇനി നമുക്കറിയാം രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാ, മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. ഇങ്ങനെ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും, എന്നിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കും. നമുക്കറിയാം 33 വലുത്. 21 കുറച്ചാൽ 3 ൽ 1 പോയാൽ 2, 3 ൽ 2 പോയാൽ 1, 12 എന്ന് വരും. വലുതിന്റെ ചിഹ്നം മൈനസാ, -12 എന്ന് വരും. എന്നാൽ ഇത്തരം ചോദ്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ, അതായത് ഏറ്റവും അവസാനത്തെ ഉത്തരത്തിൽ മൈനസ് വന്നാൽ അതിനെ അങ്ങ് മാറ്റി പറഞ്ഞാൽ മതി. എടാ ഇവിടെ നിങ്ങൾ മൈനസ് മാറ്റരുത്, ഉത്തരം ചെയ്ത് ഏറ്റവും അവസാനത്തെ ഉത്തരത്തിൽ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ഇല്ലാതെ അങ്ങ് പറഞ്ഞാൽ മതി. എങ്കിൽ ദാ ആ ഒഴിവായി പോയ കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ 12 ആയിരുന്നു. ഒഴിവാക്കിയ കുട്ടിയുടെ മാർക്ക് 12. ക്ലിയർ അല്ലയോ? സിമ്പിൾ അല്ലയോ? എടാ ഇവിടെ എണ്ണം കൂടിയാലും എണ്ണം കുറഞ്ഞാലും, ഇവിടെ മൈനസ് വന്നാലും അതേപോലെ ഇവിടെ പ്ലസ് വന്നാലും, അതായത് ഒരാൾ വന്നാലും ഒരാൾ പോയാലും ഏത് കണ്ടീഷൻ ആണെങ്കിലും ഇത്തരത്തിൽ ചെയ്താൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലയോ? അടുത്ത ചോദ്യം പറയട്ടെ. ശരി, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും? നല്ല ചോദ്യമാണ്. ഒരു ടാങ്ക് നിറയാൻ മക്കളെ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് നമ്മുടെ ചോദ്യം. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് യൂട്യൂബ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കണ്ടവർ കാണിതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ഉണ്ട് 2 മണിക്കൂർ 30 മിനിറ്റ്, 1 മണിക്കൂർ 30 മിനിറ്റ്, 2 മണിക്കൂർ 40 മിനിറ്റ്, 2 മണിക്കൂർ 15 മിനിറ്റ്. അപ്പം ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകളിലൂടെ 1 മണിക്കൂർ 30 മിനിറ്റ് വേണം. നമുക്കറിയാം 1 മണിക്കൂർ മക്കളെ 30 മിനിറ്റ്, 1 മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ ഇത് രണ്ടും 2 യൂണിറ്റ് ആയിട്ട് കിടക്കുക, 1 മണിക്കൂറും ബാക്കിയുള്ളതിനെ മിനിറ്റും. അപ്പൊ ഇങ്ങനൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ എപ്പോഴും നമ്മൾ ചെറിയ യൂണിറ്റിലോട്ട് മൊത്തത്തിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതിനെ മൊത്തത്തിൽ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റി പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ എങ്ങനെ പറയാം? 1 മണിക്കൂർ 30 മിനിറ്റും, ചെറിയ യൂണിറ്റ് മിനിറ്റ്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ മിനിറ്റിലോട്ടങ്ങ് ആക്കി പറ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 30 മിനിറ്റ് തന്നെ. അപ്പൊ 60 30 മക്കളെ മൊത്തത്തിൽ ഇതിനെ 90 മിനിറ്റ് എന്നൊക്കെ പറയാം. എടാ ഇതിനെ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് 90 മിനിറ്റ് എന്നൊക്കെ പറയാം. ശരിയാണോ? 90 മിനിറ്റ്. അപ്പൊ മനസ്സിലായി, 3 പൈപ്പുകളിലൂടെ ഒരു ടാങ്ക് നിറയാൻ 90 മിനിറ്റ് വേണം. എടാ 3 പൈപ്പുകളിലൂടെ ഒരു ടാങ്ക് നിറയാൻ 90 മിനിറ്റ് വേണം. എങ്കിൽ ദാ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി മക്കളെ 2 പൈപ്പുകളിൽ ഉപയോഗിക്കുന്ന വഴി ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് വേണം എന്നാണ് ചോദ്യം. ശരി, നമ്മൾ ആ യൂട്യൂബ് ക്ലാസ്സിനകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. വർക്ക് ആൻഡ് ടൈമോ മക്കളെ പൈപ്പ് ആൻഡ് ടാങ്കോ എന്നീ 2 ടോപ്പിക്കുകൾ, വർക്ക് ആൻഡ് ടൈമും പൈപ്പ് ആൻഡ് ടാങ്കും മാത്രം നിങ്ങൾ ഒരിക്കലും ക്രോസ് ഗുണിക്കരുത്. പകരം ദാ ഇങ്ങനെ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് നേരെ ഗുണിക്കുക. മക്കളെ നേരെ ഗുണിക്കുക. ഇതാണ് ചെയ്യാൻ പറ്റുന്ന മാർഗം. എന്ന് പറഞ്ഞാൽ ഏത് വരയിലാണോ 2 സംഖ്യ വന്നത് അത് മുകളിൽ എഴുതണം. അപ്പൊ ഈ വരയിലാണ് മക്കളെ 2 സംഖ്യ വന്നത്, അത് മുകളിൽ എഴുതാം. 3 × 90. ശരിയാണോ? ഡിവൈഡഡ് ബൈ ഒരു സംഖ്യ മാത്രം വന്നത് 2, അത് താഴെ എഴുതണം. 2-നകത്ത് 2 ഒരു വെട്ടം, 90-നകത്ത് 2 45 വെട്ടം. ശരി, ഇനി വെട്ടാനൊന്നുമില്ല, ഗുണിക്കാം. 45 × 3 നമുക്കറിയാം 40 3 വട്ടം 120,
5 3 വട്ടം 15 135 മിനിറ്റ് എന്ന് വരും. 135 മിനിറ്റ് ശരിയാണോ? അതായത് എന്താ 2 പൈപ്പുകളിലൂടെ ടാങ്ക് നിറയാൻ 135 മിനിറ്റ് വേണം. നമ്മുടെ ഓപ്ഷനിൽ മക്കളെ 135 മിനിറ്റ് എന്നൊരു സാധനമില്ല. നമുക്കറിയാം 135 മിനിറ്റിൽ 60 മിനിറ്റ് ചേരുമ്പം 1 മണിക്കൂറാണ്. അപ്പൊ 60ഉം 60ഉം 120 മിനിറ്റ് ആകുമ്പം 2 മണിക്കൂറായി. മക്കളെ 120 മിനിറ്റ് ആകുമ്പം 2 മണിക്കൂറായി. 2 മണിക്കൂർ. ബാക്കി 135നകത്ത് ഈ 120 പോയാൽ ബാക്കി 15 മിനിറ്റ് കൂടെ. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം 2 മണിക്കൂർ 15 മിനിറ്റ്. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി. എങ്കിൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി അതേ ടാങ്ക് നിറയാൻ 2 മണിക്കൂർ 15 മിനിറ്റ്, 2.25 മണിക്കൂർ വേണം. ക്ലിയർ ആണോ? ഇതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് വലഞ്ഞ ഒരു ചോദ്യം, സെയിം മോഡൽ ഒരു ചോദ്യം ഒരു കൊല്ലത്തിന് മുമ്പ് PS ജോയിക്കുണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ്. മക്കളെ 6 കുഴലുകൾ വഴി ഒരു ടാങ്ക് നിറയാൻ 90 മിനിറ്റ് വേണം. ഇതേ വലിപ്പമുള്ള 5 പൈപ്പുകൾ വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? ഒരിക്കൽ കൂടി, 6 കുഴലുകൾ വഴി ഒരു ടാങ്ക് നിറയാൻ 90 മിനിറ്റ് വേണം. ഇതേ വലിപ്പമുള്ള 5 കുഴലുകൾ വഴി ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് വേണം? സോറി, എത്ര മിനിറ്റ് എന്നല്ല, എത്ര സമയം വേണമെന്നാണ് ചോദ്യം. സമയം. ശരി, നമുക്കൊന്ന് എഴുതാം. 6 കുഴലുകൾ വഴി ഒരു ടാങ്ക് നിറയാൻ 90 മിനിറ്റ്. 6 കുഴലുകൾ വഴി ഒരു ടാങ്ക് നിറയാൻ 90 മിനിറ്റ് വേണം. ഇതേ വലിപ്പം തന്നെയുള്ള എന്തുവാ 5 കുഴലുകൾ വഴി ഈ ടാങ്ക് നിറയാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ആൻഡ് ടൈമോ പൈപ്പ് ആൻഡ് ടാങ്കോ കണ്ടാൽ ഇതിനെ നേരെ ഗുണിച്ചാൽ മതി. അപ്പൊ നേരെ ഗുണിക്കുമ്പോൾ മക്കളെ ഇങ്ങനെ വരും. 6 ഗുണം 90 ബൈ 5 എന്ന് വരും. ഓക്കെ, 5നകത്ത് 5 ഒരു വട്ടം, 9നകത്ത് 5 ഒരു തവണ, ശിഷ്ടം 4, 40നകത്തിൽ 8 തവണ, 18 എന്ന് വരും. ഗുണിക്കാം, 18 × 6 ചെയ്യാം. നമുക്കറിയാം 6 8 48 8, ശിഷ്ടം 4, 1 6 6 4 10, 108 മിനിറ്റ് എന്ന് വരും. ശരിയാണോ? എങ്കിൽ 5 കുഴലുകൾ വഴി ടാങ്ക് നിറയാൻ 108 മിനിറ്റ് വേണം. ഇനി ഒരു പക്ഷേ മക്കളെ 108 മിനിറ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ ഈ 108 മിനിറ്റിനെ നമ്മൾ മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതും? നമുക്കറിയാം 108 മിനിറ്റിനതിൽ 120 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2 മണിക്കൂർ എന്ന് പറയാമായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താ, 108 മിനിറ്റിനതിൽ 1 മണിക്കൂർ മാറ്റാൻ പറ്റും. 1 മണിക്കൂർ പൂർണ്ണമായിട്ട് മാറ്റാം. എത്ര മിനിറ്റ് ആയി? 60 മിനിറ്റ് അങ്ങ് പോയി. ബാക്കി മക്കളെ 48 മിനിറ്റും ഉണ്ട്. 1 മണിക്കൂർ 48 മിനിറ്റ്. ഇതാണ് ശരി ഉത്തരം. എങ്കിൽ അതേ വലിപ്പമുള്ള 5 കുഴലുകൾ വഴി ടാങ്ക് നിറയാൻ 1 മണിക്കൂറും 48 മിനിറ്റും വേണം. 1 മണിക്കൂറും 48 മിനിറ്റും വേണം. ക്ലിയർ അല്ലയോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? സമവാക്യം എങ്ങനെയാണ് മക്കളെ? 2k+1 ഇൻറ്റു 2⁵ = 2⁷ ആയാൽ കെയുടെ വില എത്ര? ഓപ്ഷൻ ഉണ്ട് 1 4 3 2. നോക്കി, വളരെ സിമ്പിളായ ചോദ്യം. അപ്പം എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം, ഈ പരീക്ഷയിലെ എല്ലാ ചോദ്യങ്ങളും എളുപ്പമായിരുന്നു. അത് കണക്കെന്നല്ല, എല്ലാ വിഷയങ്ങളും. അപ്പം ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടരുന്നു. ഇൻറ്റു മക്കളെ 2⁵ = 2⁷. ശരി, നമുക്ക് കെയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇവനെ മൊത്തത്തിൽ നമുക്ക് ഇടത് സൈഡിൽ അങ്ങ് എഴുതാം. ശരിയാണോ? LHSൽ 2 മക്കളെ k+1 എന്ന് വരും. 2k+1 = ഇവിടെ 2k+1 മാത്രമേ ഉള്ളൂ. ഇൻറ്റു 2⁵ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അവിടെ ആര് കിടപ്പുണ്ടാദ്യം? 2⁷ കിടപ്പുണ്ട്. അപ്പൊ 2⁷/2⁵ എന്ന് വരത്തില്ലയോ? വരും. ഇവിടെ 2k+1 = 2⁷/2⁵ എന്ന് വരും. നമുക്കറിയാം ഇവര് കിടക്കുന്നത് AM/AN എന്നാണ്. AM/AN. അതിനെ AM-n എന്ന് എഴുതാം. എങ്കിൽ മക്കളെ ഇങ്ങനെ വരും. 2k+1 = 2⁵m-n. 7 - 5 2 വരും. ശരിയാണോ? എങ്കിൽ 2k+1 = 2⁵2. നമുക്കറിയാം സമചിഹ്നത്തിന് അപ്പുറവും ഇപ്പുറവും ഒരേ ബേസാ.
എങ്കിൽ ബേസ് വെട്ടിക്കളയാം. ഇവിടെ രണ്ടിടത്ത് ഒരേ ബേസാ എങ്കിൽ ബേസ് വെട്ടിക്കളയാം. എങ്കിൽ ഓട്ടോമാറ്റിക്കലി പവറുകൾ തുല്യമായിക്കോളും. അതായത് കെ പ്ലസ് 1 സമം മക്കളെ 2 വരും. എങ്കിൽ കെ ഈക്വൽ ടു 2 മൈനസ് 1. പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 1 ആകും എന്ന് പറഞ്ഞാൽ 1 വരും. നമ്മുടെ കെയുടെ ശരിക്കുള്ള ഉത്തരം 1 കിട്ടും. ഓപ്ഷൻ എ 1 ശരിയായ ഉത്തരം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലിയർ അല്ലയോ? അപ്പൊ ഇതേപോലുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കിയാലോ. ബാ, 4x ഈക്വൽ ടു 4/2 ആയാൽ എക്സിന്റെ വില എത്ര? ഒരിക്കൽ കൂടി, 4x ഈക്വൽ ടു 4/2 ആയാൽ എക്സിന്റെ വില. ഓപ്ഷൻ ഉണ്ട് 3/4, 2/3, 1/4, 4/3. ശരി, നമുക്കൊന്ന് ചെയ്ത് നോക്കാം മക്കളെ. 4x ഈക്വൽ ടു 4/2 ആയാൽ എക്സിന്റെ വിലയാണ് കണ്ടെത്തേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൃത്യംഗങ്ങൾ മക്കളെ ലഘൂകരിക്കാൻ, എക്സ്പോണൻസിന്റെ സിംപ്ലിഫിക്കേഷൻ സാധ്യമാകണമെങ്കിൽ എപ്പോഴും എല്ലാ ഇടങ്ങളിലെയും ബേസിനെ ഒരുപോലെ ആക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ പവറുകളെ ഒരുപോലെ ആക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒന്നുകിൽ മക്കളെ ബേസ് ഒരുപോലെ, അല്ലെങ്കിൽ പവർ ഒരുപോലെ. എന്നൂടെ പറ, ഒന്നുകിൽ ബേസ് ഒരുപോലെ, അല്ലെങ്കിൽ പവർ ഒരുപോലെ. ഇവിടെ ഇപ്പൊ മക്കളെ നമുക്ക് 90% കൃത്യങ്ങളുടെ ചോദ്യങ്ങളിലും ബേസ് ഒരുപോലാക്കി ചെയ്യാനാണ് സാധിക്കുക. ഓക്കെ, ബേസ് ഒരുപോലാക്കി ചെയ്യാനാണ് പറ്റുക. എങ്കിൽ ഇവിടുത്തെ എല്ലായിടത്തെയും ബേസിനെ നമുക്ക് ഒന്ന് തന്നെ ആക്കാം മക്കളെ. ഇവിടെ ഒരു 4 ഉണ്ട് ബേസ്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. എങ്കിൽ എല്ലായിടത്തെയും ബേസിനെ നമുക്ക് ഒന്ന് തന്നെ ആക്കാം, സെയിം ആക്കാം. ആരാക്കാൻ പറ്റും? 2 ആക്കാൻ പറ്റും. എങ്കിൽ ഈ 4നെ ഞാൻ 2ന്റെ സ്ക്വയർ എന്ന് എഴുതുമോ? 2ന്റെ സ്ക്വയർ മക്കളെ. ഹോൾ റൈസ് ടു 6 ഉണ്ട്, ഒരു എക്സ് ഉണ്ട്. 4നെ മാത്രമാണ് ഞാൻ 2ന്റെ സ്ക്വയർ എന്ന് എഴുതിയത്. ഹോൾ റൈസ് ടു ഒരു എക്സും ഉണ്ട്. ഈക്വൽ ടു, വീണ്ടും അടുത്ത 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ ബൈ 2 റൈസ് ടു എക്സ് എന്ന് എഴുതാം. 2 റൈസ് ടു എക്സ്. ഓക്കെ, ഇത് ഏത് രൂപത്തിലാണ് നടക്കുന്നത്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. നമുക്കറിയാം അതിനെ എ റൈസ് ടു എം എൻ എന്ന് എഴുതാം. എം എൻ. അപ്പൊ 2 റൈസ് ടു 2 എക്സ് എന്ന് എഴുതാം. ഈക്വൽ ടു 2 റൈസ് ടു 2 ബൈ 2 റൈസ് ടു എക്സ്. ഇനി ഈ സാധനം ലഘൂകരിക്കാൻ ഏക മാർഗം മക്കളെ, സമത്തിന് അപ്പുറം ഇപ്പുറം കിടക്കുമ്പം ഇതിനെ ക്രോസ് ഗുണിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ ഗുണിക്കാം? 2 റൈസ് ടു 2x ഇൻറ്റു 2 റൈസ് ടു എക്സ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് എഴുതാം. ശരി, ഈ സാധനം ഇപ്പൊ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. നമുക്കറിയാം അതിനെ എ റൈസ് ടു എം എൻ എന്ന് എഴുതാം. ശരിയാണോ? സോറി, എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം. എങ്കിൽ എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം. 2 റൈസ് ടു 2x ഗുണം 2 റൈസ് ടു എക്സ് എന്ന സാധനം കിടക്കുന്നത് എ റൈസ് ടു എം ഗുണം എ റൈസ് ടു എൻ എന്ന്. അതിനെ എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം. എങ്കിൽ 2 റൈസ് ടു 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. ഈക്വൽ ടു മക്കളെ 2 റൈസ് ടു 2. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമത്തിനപ്പുറവും ഇപ്പുറവും ഒരേ ബേസ് വന്നു. സമത്തിനപ്പുറവും ഇപ്പുറവും ഒരേ ബേസ് വന്നാൽ മക്കളെ ബേസുകളെ വെട്ടിക്കളയാം. ഓട്ടോമാറ്റിക്കലി പവറുകൾ തുല്യമായിക്കോളും. എങ്കിൽ 2x പ്ലസ് എക്സ് എന്ന് പറഞ്ഞ മക്കളെ മൊത്തം ലെഫ്റ്റ് സൈഡിൽ 3x വരും. 3x ഈക്വൽ ടു 2 എന്ന് വരും മക്കളെ. 2x എക്സോടെ കൂട്ടിയ 3x. 3x ഈക്വൽ ടു 2 എന്ന് വരും. എങ്കിൽ എക്സിന്റെ മാത്രം വില 2/3 എന്നും വരും. നമ്മുടെ ശരി ഉത്തരം 2/3. ഓപ്ഷൻ ബി 2/3 ആണ് ശരി ഉത്തരം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നല്ല ചോദ്യമാണ്, നല്ല അടുത്തിടെ ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്ഥിരം ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ക്ലിയർ? പക്കയില്ലയോ? അപ്പം കൃത്യംഗവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ അടുത്തിടയ്ക്കും കൂടി 2021 തൊട്ട് 2024 വരെയുള്ള കൃത്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു 2 വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിരുന്നു. സൂപ്പർ ഓവർ സീരീസിനകത്തിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? ഓപ്ഷൻസ് ഉണ്ട് 20, 15, 30, 16. ഒരിക്കൽ കൂടി, എ ഒറ്റയ്ക്ക് മക്കളെ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും.
എയും ബിയും കൂടി ചേർന്നാൽ ആ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എങ്കിൽ ബി ഒറ്റയ്ക്കാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? നോക്കാം. എ ഒറ്റയ്ക്ക് ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. മക്കളെ, എ ഒറ്റയ്ക്ക് ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അതേപോലെ എയും ബിയൂടെ ചേർന്നാൽ, അതായത് എ പ്ലസ് ബി എന്ന് എഴുതുവാണേ, എയും ബിയൂടെ ചേർന്നാൽ അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം എ ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ടും എയും ബിയൂടെ ചേർന്ന് 12 ദിവസം കൊണ്ടും ഇവിടെ ചെയ്യുന്ന ആകെ ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവൻ 20 ദിവസം എടുത്ത് ചെയ്യും, ഇവർ രണ്ടുപേരുടെ 12 ദിവസം എടുത്ത് ചെയ്യും. എങ്കിൽ ഇവരിവിടെ ചെയ്യുന്ന ആകെ ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആകെ ജോലി കണ്ടുപിടിക്കാൻ നമുക്കറിയാം LCM എടുത്താൽ മതി. LCM ശരിയാണോ? എങ്കിൽ LCM എടുക്കാൻ നമുക്കറിയാം വലിയ സംഖ്യ എടുക്കണം, അല്ലെങ്കിൽ അതിന്റെ ഗുണിതങ്ങൾ എടുക്കണം. നമുക്ക് നോക്കാം. 20നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. അപ്പൊ 20 അല്ല LCM. അടുത്തത് 20ന്റെ രണ്ടാമത്തെ ഗുണിതം മക്കളെ 40. 40നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. അപ്പൊ 40 അല്ല LCM. അടുത്ത 20ന്റെ മൂന്നാമത്തെ ഗുണിതം 60. 20 3 60. 60നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റുന്നു. എങ്കിൽ നമ്മുടെ LCM 60. മക്കളെ, LCM 60 എന്ന് പറഞ്ഞാൽ എ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ഇവിടെ 60 ജോലിയുണ്ട്. എയും ബിയുടെ ജോലി ചെയ്തപ്പോഴും ഇവിടെ 60 ജോലിയുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എ ഒറ്റയ്ക്ക് ചെയ്താലും ബി ഒറ്റയ്ക്ക് ചെയ്താലും എയും ബിയുടെ ചെയ്താലും ഇനി പുറത്തുനിന്ന് എന്തുവാ നമ്മുടെ അതിഥി തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ ഇവിടെ 60 ജോലി ചെയ്യണം. ഇതൊക്കെയാണോ? 60 ജോലിയുണ്ട്. ശരി, അടുത്ത സ്റ്റെപ്പ്. 20 മക്കളെ 60 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 20 60 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 12 60 ആവാൻ 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെയാണേ? എന്ന് പറഞ്ഞാൽ എയുടെ കഴിവ് മക്കളെ 3, എയുടെ എഫിഷ്യൻസി 3, എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 5. ഓക്കെയാണേ? ശരി, എങ്കിൽ നമ്മുടെ ചോദ്യം, ഈ ജോലി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന്. നമുക്കറിയാം ബി ഒറ്റയ്ക്ക് പൂർത്തിയാക്കണമെങ്കിലും ഇവിടെ ആകെ എത്ര ജോലിയുണ്ട്? 60 ജോലിയുണ്ട്. മക്കളെ, ഇവിടെ ആകെ 60 ജോലിയുണ്ട്. എങ്കിൽ 60 ബി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ബിയുടെ മാത്രം കഴിവുകൊണ്ട് ഹരിക്കണം. ബിയുടെ മാത്രം കഴിവിട്ട് ഹരിക്കണം. നമുക്കറിയാം എയ്ക്കും ബിക്കും കൂടെ മക്കളെ 5 കഴിവുണ്ട്. അതിലെ 3 കഴിവും ആരുടെയാ? എയുടെയാ. രണ്ടു പേർക്കൂടെ 5 കഴിവ്. 5ലെ 3 കഴിവും എയുടെ ആണെങ്കിൽ ബാക്കി 2 കഴിവല്ലയോ മക്കളെ ബിയുടെ? എയ്ക്കും ബിക്കൂടെ 5 കഴിവ്. 5 കഴിവിലെ 3 കഴിവും എയുടെ ആണെങ്കിൽ ബിയുടെ കഴിവ് 2 അല്ലയോ? ആണ്. എങ്കിൽ ബി ഒറ്റയ്ക്ക് 60 ജോലി ചെയ്യാൻ 60/2 എത്ര? 30. ബി ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തിയാക്കാൻ മക്കളെ 30 ദിവസം വേണ്ടി വരും. ഓപ്ഷൻ സി 30 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി 30 ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു പടിയും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? എ ഒറ്റയ്ക്ക് 4 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി ബിയും സിയും ചേർന്ന് 3 മിനിറ്റ് കൊണ്ടും എയും സിയും ചേർന്ന് 2 മിനിറ്റ് കൊണ്ടും പൂർത്തിയാക്കും. പ്രസ്തുത ജോലി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? നല്ല ചോദ്യമാണ് മക്കളെ. എ ഒറ്റയ്ക്ക് 4 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി ബിയും സിയും ചേർന്ന് 3 മിനിറ്റ് കൊണ്ടും എയും സിയും ചേർന്ന് 2 മിനിറ്റ് കൊണ്ടും പൂർത്തിയാക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? നമുക്കറിയാം. ചെയ്തു തുടങ്ങാം. എ ഒറ്റയ്ക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ മക്കളെ 4 മിനിറ്റ് വേണം. അതുപോലെ ബിയും സിയും ചേർന്നാണ്, ബി പ്ലസ് സി എന്ന് എഴുതുക. ബിയും സിയുടെ ചേർന്നാൽ ഈ ജോലി ചെയ്യാൻ 3 മിനിറ്റ് മതി. എയും സിയുടെ ഈ ജോലി ചെയ്യാൻ 2 മിനിറ്റ് വേണം. ശരി, എങ്കിൽ ഇവിടുത്തെ ആദ്യം ആകെ ജോലി എത്രയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. LCM എടുത്താൽ മതി. മക്കളെ, ഇവിടുത്തെ ആകെ ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കാൻ LCM എടുത്താൽ മതി നമുക്കറിയാം. ഇനി LCM എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പറ, കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ നോക്കും. 4. 4നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, എന്നാൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല. ശരിയാണേ? 4നെ 2 കൊണ്ട് ഹരിക്കാം, എന്നാൽ 3 കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ 4ന്റെ തൊട്ടടുത്ത ഗുണിതം എടുക്കും. 4 2 8. 8നെയും മക്കളെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, എന്നാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 8ഉം കളയുന്നു. 4ന്റെ അടുത്ത ഗുണിതം എടുക്കുന്നു. 12. 4 3 തവണ 12. 12നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, 3 കൊണ്ടും പറ്റും. എങ്കിൽ മനസ്സിലായി നമ്മുടെ LCM 12. ഇവിടെ എ ഒറ്റയ്ക്ക് ചെയ്താലും ബി ഒറ്റയ്ക്ക് ചെയ്താലും സി ഒറ്റയ്ക്ക് ചെയ്താലും ഈ 2 പേര് ചെയ്താലും 3 പേര് വന്ന് ചെയ്താലും ഇവിടെ മക്കളെ മൊത്തം 12 ജോലിയുണ്ട്. ക്ലിയർ ആണേ? ശരി, അടുത്തത് 4 12 ആവാൻ മക്കളെ 3 കൊണ്ട് ഗുണിക്കണം.
3 12 ആവാൻ 4 കൊണ്ട് ഗുണിക്കണം. 2 12 ആവാൻ 2 12 ആവാൻ 6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണേ? 2 12 ആവാൻ 6 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ? ഇത്രയും വരെ ഓക്കെ ആണ്. എങ്കിൽ നമ്മുടെ ചോദ്യം, ഈ ജോലി ബി ഒറ്റയ്ക്ക് എത്ര മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുമെന്ന്. ബി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കും? നമുക്കറിയാം, ആര് ജോലി ചെയ്യണമെങ്കിലും ഇവിടെ മൊത്തം 12 ജോലിയുണ്ട്. എങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും 12 ജോലി ചെയ്യണം. അതുകൊണ്ട് 12 എന്ന് ഞാൻ എഴുതി വെച്ച്. ഇതൊക്കെയാണേ, 12 എന്ന് എഴുതി വെച്ച്. ഇനി ബി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ബിയുടെ മാത്രം കഴിവിട്ട് വേണ്ടേ ഹരിക്കാൻ? വേണം. അതിന് ബിയുടെ കഴിവ് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്നൊന്ന് ആലോചിച്ച്. എടാ, ഈ കിടക്കുന്ന 4 കഴിവിനകത്തിൽ ബിയുടെയും കൂടി കഴിവ് കിടപ്പുണ്ട്. എടാ, ഇത് എയുടെ കഴിവാണ്, ഇത് ബിയുടെയും സിയുടെയും കൂടെ കഴിവാണ്, ഇത് എയുടെയും സിയുടെയും കൂടെ കഴിവാണ്. ശരിയാണോ? എങ്കിൽ ആദ്യം ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന എയുടെ കഴിവ് മാത്രം ഒന്ന് പറഞ്ഞ മക്കളെ. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന എയുടെ മാത്രം കഴിവ് 3. മക്കളെ, എയുടെ കഴിവ് കിട്ടി 3. എങ്കിൽ എടാ, ഈ കണക്കിനകത്തിൽ എയുടെ കഴിവ് ആരോടൊപ്പം ജോലി ചെയ്താലും 3 തന്നെ ആയിരിക്കും. എങ്കിൽ മനസ്സിലായി, നമുക്ക് എയ്ക്കും സിക്കും കൂടെ എത്ര? 6 കഴിവുണ്ട്. മക്കളെ, എയ്ക്കും സിക്കും കൂടെ എത്ര? 6 കഴിവുണ്ട്. ശരിയാണോ? അതിലെ 3 കഴിവ് നമുക്കറിയാം എയുടെയാണ്. എങ്കിൽ ബാക്കി 3 കഴിവ് സിയുടെ ആയിരിക്കത്തില്ല മക്കളെ? ഉറപ്പായിട്ടും ബാക്കി 3 കഴിവ് സിയുടെ ആയിരിക്കും. ബാക്കി 3 കഴിവ് സിയുടെ ആയിരിക്കും. ഒന്നുകൂടെ, എയുടെ കഴിവ് 3, എയ്ക്കും സിക്കും കൂടെ 6 കഴിവ്. 6 കഴിവിലെ 3 കഴിവ് എയുടെയാണ്. എങ്കിൽ ബാക്കി 3 സിയുടെ ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണേ? ശരി, ഇനി നടുക്കോട്ട് പോവാം. ബിക്കും സിക്കും കൂടെ മക്കളെ 4 കഴിവുണ്ട്. ബിക്കും സിക്കും കൂടെ 4 കഴിവുണ്ട്. നമുക്കറിയാം, അതിൽ സിക്ക് 3 കഴിവുണ്ട്. എങ്കിൽ 4 കഴിവിലെ 3 കഴിവും സിയുടേതാണെങ്കിൽ മക്കളെ ബിയുടെ കഴിവ് 1 ആയിരിക്കും. ശരിയാണോ? എല്ലാവരുടെയും കഴിവ് കിട്ടി. ഒന്നാലോചിച്ചേ. എയുടെ കഴിവ് 3, സിയുടെ കഴിവ് 3, ബിയുടെ കഴിവ് 1. നമ്മുടെ ചോദ്യം, എങ്കിൽ ഈ ജോലി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന്. എങ്കിൽ ബി ഒറ്റയ്ക്ക് പൂർത്തിയാക്കണമെങ്കിൽ ബിയുടെ കഴിവായി ഒരു കഴിവിട്ട് ചെയ്യുമ്പം 12/1 12 മിനിറ്റ് തന്നെ വേണ്ടി വരും. ബി ഒറ്റയ്ക്കാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ മക്കളെ 12 മിനിറ്റ് ആണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തിലോട്ട് പോവാം. വരൂ. ഒറ്റയാനെ കണ്ടെത്തുക. നല്ല ചോദ്യമാണ്. ഒറ്റയാനെ കണ്ടെത്തുക. 25,631, 52,163, 33,442, 34,424. നല്ല ചോദ്യം. അപ്പം കുറേയധികം ആൾക്കാർ ഡിവിസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത ഒരു ചോദ്യമാണ്. എന്നാൽ വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. ഇത് ചെയ്യുന്ന മാർഗം ഇത്രയേ ഉള്ളൂ. എടാ, ഇത് ഒന്ന് കൂട്ടി നോക്കാം. ഇതിന്റെ അക്കങ്ങളൊന്ന് കൂട്ടി നോക്കാം. നമുക്കറിയാം, 2ഉം 5 കൂട്ടിയ 7, 7ഉം 3 കൂട്ടിയ 10, 10ഉം 6 കൂട്ടിയ 16, 16ഉം 1 കൂട്ടിയ 17. ഇവരുടെ അക്കങ്ങളുടെ തുക 17 എന്ന് കിട്ടും. മക്കളെ, ഇവരുടെ അക്കങ്ങളുടെ തുക 17 എന്ന് കിട്ടും. ശരിയാണേ? അടുത്തത് നോക്കാം. 5ഉം 2ഉം 7, 7ഉം 3ഉം 10, 10ഉം 6ഉം 16, 16ഉം 1ഉം 17. രണ്ടാമത്തെ ഓപ്ഷന്റെയും അക്കങ്ങളുടെ തുക 17 എന്ന് കിട്ടും. രണ്ടാമത്തെ ഓപ്ഷന്റെയും അക്കങ്ങളുടെ തുക 17 എന്ന് കിട്ടും. ശരി, അടുത്ത നോക്കാം. 3ഉം 3ഉം 6, 6ഉം 4ഉം 10, 10ഉം 4ഉം 14, 14ഉം 2ഉം 16. എടാ, ഓപ്ഷൻ സിയുടെ അക്കങ്ങളുടെ തുക 16 എന്ന് കിട്ടും. അക്കങ്ങളുടെ തുക 16. ഓപ്ഷൻ ഡി നോക്കാം. 3ഉം 4ഉം 7, 7ഉം 4ഉം 11, 11ഉം 2ഉം 13, 13ഉം 4ഉം 17. ഓപ്ഷൻ ഡിയുടെയും അക്കങ്ങളുടെ തുക 17 എന്ന് കിട്ടും. ഇനി നിങ്ങൾ പറ മക്കളെ, ഇതിനകത്തിൽ ഏതാ ഒറ്റയാൻ? ഇതിനകത്തിൽ ആരാ വേറിട്ടത്? ഇതിനകത്തിൽ ആരാ ഓടുമാൻ ഔട്ട്? അത് തന്നെ. എടാ, ഓപ്ഷൻ എ, ബി, ഡി ഇവരുടെ 3 പേരുടെയും അക്കങ്ങളുടെ തുക 17 വരും. ഓപ്ഷൻ സിയുടെ അക്കങ്ങളുടെ തുക 16 വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ സി. ഏതാ? 33,442. ക്ലിയർ അല്ലയോ? പക്ക? ശരി, എങ്കിൽ ഇതേപോലെയുള്ളൊരു ചോദ്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ തന്നെ PSC ചോദിച്ച മറ്റൊരു ചോദ്യം ഇത്. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 7,302, 6,402, 1,802, 8,202. ശരി, നമുക്ക് നേരത്തെ ചെയ്ത അതേ മാർഗം നോക്കാം. മക്കളെ, 7ഉം 3ഉം 10, 10ഉം 2ഉം 12, 0 കൂട്ടിയിട്ട് കാര്യമില്ല, 12 എന്ന് വരും. 12. അടുത്തത് 6ഉം 4ഉം 10,
10 2 12 12 എന്ന് വരും. അടുത്തത് 8 2 10 10 1 11 എന്ന് വരും 11. അടുത്തത് 8 2 10 10 2 12. പറ ആരാ വേറിട്ടത്? ഇവിടെയും ഓപ്ഷൻ സി തന്നെയാണ് വേറിട്ടത്. കാര്യം അവരുടെ അക്കങ്ങളുടെ തുക 11 വരുന്നുള്ളൂ. മക്കളെ ബാക്കി എല്ലാവരുടെ അക്കങ്ങളുടെ തുക 12 വരുന്നുണ്ട്. ഓപ്ഷൻ സിയുടെ മാത്രം അക്കങ്ങളുടെ തുക 11 വരുന്നുള്ളൂ. ക്ലിയർ? ഓക്കെ ആണേ? ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഓപ്ഷൻസ് തെക്ക് കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക്. നോക്കാം മക്കളെ, ഇതാ വളരെ സിമ്പിളായ ചോദ്യം. നമുക്കറിയാം ഡയറക്ഷൻ എന്ന ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന ചോദ്യം. ഇത് തെക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ശരി, നമുക്ക് ചെയ്തു തുടങ്ങാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. മക്കളെ ഞാൻ ഇവിടെ വരയ്ക്കുക. വടക്കോട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നതെങ്കിൽ മുകളിലോട്ട്. അപ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ മക്കളെ മുകളിലോട്ട് യാത്ര ചെയ്തു. 8 കിലോമീറ്റർ മുകളിലോട്ട് യാത്ര ചെയ്തു. ശരിയാണേ? 8 കിലോമീറ്റർ മുകളിലോട്ട് യാത്ര ചെയ്തു. എന്നിട്ടോ പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ. നമുക്കറിയാം ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട്, ഇതാണ് 2 കിലോമീറ്റർ. ഓക്കെ, 2 കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്തു. ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവന്റെ വലതുവശം മക്കളെ ഇതാ ഇങ്ങോട്ടാ. വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്തു. എങ്കിൽ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? നമുക്കറിയാം ഇപ്പോൾ രാജുവിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ രാജു ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അവനെ സംബന്ധിച്ച് ഇപ്പൊ അത് തെക്കല്ലയോ? മക്കളെ താഴോട്ടാവും പോകുന്നേ. താഴോട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാ? താഴോട്ട് എന്ന് പറഞ്ഞാൽ തെക്കാണ് ഉത്തരം. അവിടെ നിൽക്കുന്ന അവന്റെ താഴോട്ട് എന്ന് പറഞ്ഞാൽ തെക്കല്ലയോ? ഇപ്പോൾ അവൻ യാത്ര ചെയ്യുന്ന ഡയറക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ മക്കളെ തെക്ക്, താഴോട്ടാണ് പോകുന്നത്. താഴോട്ടെന്ന് പറഞ്ഞാൽ തെക്കാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലയോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശരി, ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യം നോക്കിയേ. ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്ത് ഇടത്ത്, വലത്ത് ഇടത്ത്, വലത്ത് ഇടത്ത് എന്നിങ്ങനെ ഓരോ കിലോമീറ്റർ വീതം നടന്നു. എങ്കിൽ അയാൾ പുറപ്പെട്ടിടത്ത് നിന്നും എത്ര അകലെ എത്തി? നല്ല ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഡയറക്ഷൻ ഒന്ന് വരച്ചു വെച്ചേക്കാം. നമുക്കറിയാം തെക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു എന്ന് പറയുന്നത്. ആദ്യം നമുക്കറിയാം തെക്കോട്ട്. ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ടാ തെക്കോട്ട് യാത്ര ചെയ്യുന്നു. തെക്കോട്ട് യാത്ര ചെയ്യുന്നു. ഓക്കെ, 3 കിലോമീറ്റർ നടന്നു. തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. മുകളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നവന്റെ മക്കളെ മുകളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നവന്റെ വലതുവശം ആണോ? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വരും. 1 കിലോമീറ്റർ നടന്നു. ഓക്കെ, വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്ത് ഇടത്ത്, വലത്ത് ഇടത്ത്, വലത്ത് ഇടത്ത് എന്നിങ്ങനെ ഓരോ കിലോമീറ്റർ നടക്കുന്നു. ആദ്യം എങ്ങോട്ടാ? തെക്കോട്ട്. തെക്കോട്ട് മക്കളെ 3 കിലോമീറ്റർ നടന്നു. ഇതാണ് ആ 3 കിലോമീറ്റർ. എന്നിട്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. ഇവിടം വരെ ആയേ. തുടർന്ന് വീണ്ടും വലത്തോട്ട് മക്കളെ വലത്തോട്ട് 1 കിലോമീറ്റർ, വീണ്ടും ഇടത്തോട്ട് 1 കിലോമീറ്റർ, വീണ്ടും വലത്തോട്ട് 1 കിലോമീറ്റർ, വീണ്ടും ഇടത്തോട്ട് 1 കിലോമീറ്റർ, വീണ്ടും വലത്തോട്ട് 1 കിലോമീറ്റർ, ഇടത്തോട്ട് 1 കിലോമീറ്റർ. ഇങ്ങനെയാണ് വന്നത്. ശരിയാണോ? ഇങ്ങനെയാണ് അവൻ യാത്ര ചെയ്തത്. ഒന്നുകൂടെ അവിടം വരെ ഒന്നുകൂടെ. ആദ്യം തെക്കോട്ട് വന്ന് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. ഇവിടം വരെയായി. തുടർന്ന് മക്കളെ വലത്ത് ഇടത്ത്. അപ്പൊ ഒരു വലത്ത് ഇടത്ത് മറിക്കുവാനേ, ഒരു വലത്ത് ഒരു ഇടത്ത്. ഓക്കെ, വീണ്ടും വലത്ത് ഇടത്ത്. ഒരു വലത്ത് ഒരിടത്ത്, വീണ്ടും വലത്ത് ഇടത്ത്. ഒരു വലത്ത് ഒരിടത്ത്. ഇങ്ങനെ എല്ലാം 1 കിലോമീറ്റർ വെച്ചാണ് സഞ്ചരിക്കുന്നത്. എല്ലാം 1 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ശരിയാണോ? എങ്കിൽ അവൻ യാത്ര പുറപ്പെട്ടിടത്ത് നിന്നും മക്കളെ യാത്ര പുറപ്പെട്ടത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്നും ഈ ഒരു സ്ഥലത്തേക്കുള്ള ദൂരമാണ് ചോദിക്കുന്നത്. ശരിയാണോ? ഒന്നുമില്ല, നമുക്കറിയാം
ഇവിടെ ഇത് 1 കിലോമീറ്റർ ആണ്. അതുപോലെ ഈ ദൂരം കണ്ടുപിടിച്ചാൽ ഇവൻ എത്ര ദൂരെയാണെന്ന് പറയാൻ പറ്റും. അതിന് മക്കളെ ഈ ഒരു ദൂരം എന്താ ഇവിടെ ഒന്നുണ്ട്, ഈ ഒരു ദൂരം മക്കളെ ഇവിടെ ഒരു ഒന്നുണ്ട്, ഈ ഒരു ദൂരം ഇവിടെ ഒരു ഒന്നുണ്ട്, എങ്കിൽ മൊത്തം 1 + 1 + 1 + 1 4 കിലോമീറ്റർ അകലെയാണ്. അവനിപ്പോൾ യാത്ര പുറപ്പെട്ടതായി ഇവിടെ നിന്നും 4 കിലോമീറ്റർ അകലെയാണ്. യാത്ര പുറപ്പെട്ടിടത്ത് നിന്നും 4 കിലോമീറ്റർ അകലെ. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ. നമുക്ക് അടുത്തോട്ട് പോകാം. സംശയമൊന്നുമില്ലേ? ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്താണ്? വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു. ഒരക്ഷരത്തിന്റെ കോഡ് കണ്ടുപിടിച്ചാൽ, അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. മക്കളെ ഒന്നുമില്ല, ഹെലോ എന്ന വാക്കിന്റെ കോഡ് ഹെലോ HELLO ഹെലോ എന്ന വാക്കിന്റെ കോഡ് KHOOR. മക്കളെ KHOOR എന്നാണ്. ശരി, നമുക്ക് ഇവരുടെ നമ്പേഴ്സ് ഒന്ന് എഴുതാം. നമുക്കറിയാം ഹലോയ്ക്കകത്തിൽ H എന്ന് പറഞ്ഞാൽ 8. ശരിയില്ലയോ? H 8. E എത്ര? E എന്ന് പറഞ്ഞാൽ 5. E 5. L എത്ര? 12. അപ്പൊ ഇവിടെ 12, ഇവിടെ 12. O എന്ന് പറഞ്ഞാൽ 15. ഓക്കെ, O 15. ഇനി നമുക്ക് ഇവരുടെ നമ്പർ ഒന്ന് കൊടുക്കാം. K എത്ര? K എന്ന് പറഞ്ഞാൽ മക്കളെ 11. K 11. H എന്ന് പറഞ്ഞാൽ H 8. O നമുക്കറിയാം 15. ഇവിടെയും 15. R എന്നത് 18. ഓക്കെ, അപ്പൊ മനസ്സിലായി. നോക്കി മക്കളെ, ഇവിടെ 8 വന്നിട്ടുണ്ട്. ആ 8നോടൊപ്പം 3 കൂട്ടിയ 11. ശരിയാണോ? 5നോടൊപ്പം 3 കൂട്ടിയ 8 ആണ്. 12നോട് മക്കളെ 3 കൂട്ടിയ 15. 12നോട് വീണ്ടും 3 കൂട്ടിയ 15. 15നോട് 3 കൂട്ടിയ 18. മനസ്സിലായി? ഓരോ അക്ഷരത്തിനോടൊപ്പവും 3 വീതം കൂട്ടിയിരിക്കുകയാണ്. ഓരോ അക്ഷരത്തിനോടൊപ്പവും 3 വീതം കൂട്ടിയാൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലെറ്റേഴ്സ് കിട്ടും. എങ്കിൽ നമ്മുടെ ചോദ്യം വേൾഡ് എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ്. വേൾഡ് നമുക്ക് നോക്കാം. വേൾഡ്. ശരി, ഓരോന്നിനോടൊപ്പം 3 വീതം കൂട്ടിയാൽ മതി. ഓരോന്നിനോടൊപ്പം 3 വീതം കൂട്ടിയാൽ മതി. WORLD. നമുക്കറിയാം വേൾഡിനകത്തിൽ W 23. O എന്ന് പറഞ്ഞാൽ 15. R എന്ന് പറഞ്ഞാൽ 18. L എന്ന് പറഞ്ഞാൽ 12. D എന്ന് പറഞ്ഞാൽ 4. ശരിയാണോ? എങ്കിൽ നമുക്ക് നോക്കാം. 23നോട് 3 കൂട്ടിയ മക്കളെ 26. 15നോട് 3 കൂട്ടിയ 18. 18നോട് 3 കൂട്ടിയാൽ 21. 12നോട് 3 കൂട്ടിയാൽ 15. 4നോട് 3 കൂട്ടിയാൽ 7. ഈ ലെറ്റേഴ്സ് ഒന്ന് എടുത്തെഴുതാം. 26ാമത്തെ ലെറ്റർ മക്കളെ Z. 18ാമത്തെ ലെറ്റർ മക്കളെ R. 21ാമത്തെ ലെറ്റർ U. 15ാമത്തെ ലെറ്റർ O. 7ാമത്തെ ലെറ്റർ G. ഇതാണ് ZRUOG. നമ്മുടെ ശരി ഉത്തരം ZRUOG. ZRUOG. മക്കളെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഒന്നുമില്ല, നമ്മൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യേണ്ട രീതി നമുക്കിവിടെ ഒന്നാമത്തെ തന്നെ 3 കൂട്ടി 11 മനസ്സിലായപ്പോൾ ഡബ്ല്യുവിനോടൊപ്പം 3 കൂട്ടി Z കിട്ടും. ഇസഡിൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളായിരുന്നു, ഓപ്ഷൻ ഡി. അങ്ങനെ വേണമെങ്കിൽ ഉത്തരത്തിൽ എത്തിച്ചേരായിരുന്നു. ഓക്കെ, ശരി, നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. 5 എന്ന വാക്ക് GKYI എന്നെഴുതിയാൽ 8 എന്നത് എങ്ങനെ എഴുതാം? 5 മക്കളെ, 5നെ എങ്ങനെ കൂടിയിരിക്കുന്നത്? FIVE എന്നുള്ള 5നെ GKIY എന്നാണ് കൂടിയിരിക്കുന്നത്. GKYI. നമുക്ക് നോക്കാം. G എന്ന് പറഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ 6ാമത്തെ ലെറ്റർ, I 9ാമത്തെ, V എന്നത് 22ാമത്തെ, E എന്നത് 5ാമത്തെ. ഇനി നോക്കാം, G എന്നത് മക്കളെ 7ാമത്തെ, K എന്നത്
11-ാമത്തെ, വി എന്നത് 22-ാമത്തെ, സോറി വൈ എന്നത് 25-ാമത്തെ, ഇ എന്നത് 5-ാമത്തെ, സോറി ഐ 9-ാമത്തെ കേട്ടോ. നോക്കാം. 6-നോട് മക്കളെ 1 കൂട്ടിയാൽ 7 കിട്ടും. 9-നോട് 2 കൂട്ടിയാൽ 11 കിട്ടും. 22-നോട് 3 കൂട്ടിയാൽ 25 കിട്ടും. 5-നോട് 4 കൂട്ടിയാൽ 9 കിട്ടും. മക്കളെ ആദ്യം 1 കൂട്ടി, പിന്നെ 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി. ശരി, എങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് കോഡ് ചെയ്യേണ്ടത് 8-നെയാ. കോഡ് ചെയ്യേണ്ടത് 8 ആ. EIGHT 8-നെയാണ് കോഡ് ചെയ്യേണ്ടത്. ഇ എന്നത് മക്കളെ 5-ാമത്തെ ലെറ്ററാണ്, ഐ 9-ാമത്തെ, ജി 7-ാമത്തെ, എച്ച് 8-ാമത്തെ, ടി 20-ാമത്തെ. ശരി, നമുക്ക് നോക്കാം. ആദ്യം 5-നോട് 1 കൂട്ടിയാൽ 6 വരും, 6-ാമത്തെ ലെറ്റർ. 9-നോട് 2 കൂട്ടിയാൽ 11-ാമത്തെ ലെറ്റർ. 7-നോട് 3 കൂട്ടിയാൽ 10-ാമത്തെ ലെറ്റർ. 8-നോട് 4 കൂട്ടിയാൽ 12-ാമത്തെ ലെറ്റർ. 20-നോട് 5 കൂട്ടിയാൽ 25-ാമത്തെ ലെറ്റർ. ശരിയാണോ? ആദ്യം 1 കൂട്ടി, 2 കൂട്ടി, 3 കൂട്ടി, 4 കൂട്ടി, 5 കൂട്ടി. എങ്കിൽ 6-ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞ മക്കളെ, 6-ാമത്തെ ലെറ്റർ എഫ്. 11-ാമത്തെ ലെറ്റർ ഏതാ? കെ. ശരി, അടുത്ത 10-ാമത്തെ ലെറ്റർ ജെ. 12-ാമത്തെ ലെറ്റർ എൽ. 25-ാമത്തെ ലെറ്റർ വൈ. FKJLY. നമ്മുടെ ശരി ഉത്തരം FKJLY. ഇതാണ് മക്കളെ നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലിയർ അല്ലയോ? ഓക്കെ ആണോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4-ാമത്തെ സംഖ്യ ഏത്? തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4-ാമത്തെ സംഖ്യ. സംഖ്യാക്രമം ഇതാണ്: 4, 7, 12 ഡാഷ്. നമുക്ക് നോക്കാം. മക്കളെ 4-നോട് നമുക്കറിയാം 3 കൂട്ടിയാൽ 7 കിട്ടും. 3 കൂട്ടിയാൽ 7 കിട്ടും. 7-നോട് 5 കൂട്ടിയാൽ 12 കിട്ടും. 5 കൂട്ടിയാൽ 12. അപ്പൊ മനസ്സിലായി, 3, 5 എന്നൊക്കെ തുടർന്ന് പോകണമെങ്കിൽ അത് ഒറ്റ സംഖ്യകളാണ്. 3, 5 എന്നൊക്കെ തുടർന്ന് പോകണമെങ്കിൽ അത് ഒറ്റ സംഖ്യകളാണ്. എങ്കിൽ വീണ്ടും 3, 5 കൂട്ടി അടുത്ത കൂട്ടേണ്ടത് 7 ആയിരിക്കും. 3 കൂട്ടി 5 കൂട്ടി പിന്നെ കൂട്ടാനുള്ളത് 7 ആയിരിക്കും. ശരിയാണോ? ഒറ്റ സംഖ്യയിൽ അടുത്ത് വരുന്ന ഒറ്റ സംഖ്യ 7 ആണ്. 3, 5, 7. എങ്കിൽ 12-നോട് 7 കൂട്ടിയാൽ മക്കളെ 19. നമ്മുടെ ശരി ഉത്തരം 19. ഓപ്ഷൻ എ 19. വളരെ നിസ്സാരമായ ചോദ്യങ്ങളായിരുന്നു. മെന്റൽ എബിലിറ്റി ഒക്കെ സാധാരണഗതിയിൽ കുറേയധികം സമയം ആൾക്കാരെ വലയ്ക്കുന്ന ചോദ്യമോ അല്ലെങ്കിൽ ടൈം കളയുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ അടുത്ത സംഖ്യ ഏത്? തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ അടുത്ത സംഖ്യ ഏത്? 2, 4, 7, 12, 19 ഡാഷ്. ചോദിച്ച ചോദ്യമോ? നിങ്ങളെ ഓപ്ഷൻ ഉണ്ട് 28, 29, 31, 33. സംഖ്യാക്രമം ഇങ്ങനെ 2, 4, 7, 12, 19. നോക്കി, ഇത് കൂടിക്കൂടി പോകുന്ന എങ്ങനെയാ നോക്ക്. 2-നോട് മക്കളെ 2 കൂട്ടിയാൽ നമുക്കറിയാം 4 കിട്ടും. 4-നോട് സുഹൃത്തുക്കളെ 3 കൂട്ടിയാലാണ് 7 കിട്ടുക. 7-നോട് മക്കളെ എന്താ 5 കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 12 കിട്ടുന്നത്. 12-നോട് മക്കളെ 7 കൂട്ടിയാലാണ് 19 കിട്ടുന്നത്. ശരിയാണോ? 7 കൂട്ടിയാൽ 19 കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ശ്രേണി തന്നെയാണിത് എന്നൊരു തോന്നൽ വരും. ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, 5 കൂട്ടി, 7 കൂട്ടി, അടുത്ത 9 കൂട്ടണമല്ലോ എന്ന് കുറച്ച് പേരങ്ങ് ചിന്തിക്കും. തെറ്റാ. കാരണം ഇവൻ ഇവിടെ കൂട്ടിയേക്കുന്ന കണ്ടോ നിങ്ങൾ? 2 കൂടെ ചേർന്ന് വന്നാൽ 2, 3, 5, 7. വെറും 3, 5, 7 മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പറയാം ഇവൻ ഒറ്റ സംഖ്യകൾ മാത്രമാണ് കൂടിക്കൂടി പോകുന്നത്. ഒറ്റ സംഖ്യകൾ വീതമാണ് കൂടിക്കൂടി പോകുന്നത്. എന്നാൽ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2 കൂടെ കിടക്കുന്നുണ്ടോ? ആദ്യം 2 കൂടി, പിന്നെ 3 കൂടി, പിന്നെ 5 കൂടി, പിന്നെ 7 കൂടി. അപ്പൊ 9 അല്ല കൂടേണ്ടത്. 2 കൂടെ ചേർന്ന് വരുന്ന ഇത്തരം ചോദ്യങ്ങൾ മക്കളെ ശ്രദ്ധിക്കണം. പ്രൈം നമ്പേഴ്സ് വീതമാണ് കൂടിക്കൂടി പോകുന്നത്.
പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ് കൂട്ടി 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 എഴുതിക്കൊണ്ടിരിക്കുന്നത്. എടാ ഏറ്റവും ആദ്യത്തെ പ്രൈം നമ്പർ ആണ് 2, അടുത്ത പ്രൈം നമ്പർ ആണ് 3, പിന്നുള്ളത് 5, പിന്നുള്ളത് 7. എങ്കിൽ മക്കളെ അടുത്ത പ്രൈം നമ്പർ 9 അല്ല, പകരം 11 ആണ്. എങ്കിൽ 19നോടൊപ്പം 11 ആണ് മക്കളെ കൂട്ടി എഴുതേണ്ടത്. 19നോടൊപ്പം 11 ആണ് കൂട്ടി എഴുതേണ്ടത്. 19 + 11 എന്ന് പറഞ്ഞാൽ മക്കളെ 30 എന്ന് വരും. 30. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ. 31 അല്ല 30 ആണ്. ഓപ്ഷൻ സി 30 ആണ് ശരി ഉത്തരം. 31 അല്ല, അത് 30 ആണ്. ഓപ്ഷൻ സി 30 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ശരിയല്ലയോ? അടുത്ത 9 കൂട്ടി 28 എഴുതിയാൽ കൊള്ളാന്നൊക്കെ തോന്നും. എഴുതരുത് മക്കളെ. 19നോട് ഒരു 9 കൂട്ടിയാൽ 28 കിട്ടും. ഓപ്ഷൻ 28 കിടപ്പുണ്ട്, എഴുതി വെക്കരുത്. നമ്മുടെ ശരി ഉത്തരം 19നോടൊപ്പം 11 ആണ് കൂട്ടേണ്ടത്. 9 കൂട്ടിയാൽ ഉത്തരം തെറ്റാണ്. 11 കൂട്ടിയാൽ മക്കളെ 9 എന്തായാലും നമുക്കറിയാം പ്രൈം നമ്പർ അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്, ഭാജ്യ സംഖ്യ. എങ്കിൽ 7 കഴിഞ്ഞാൽ അടുത്ത പ്രൈമായിട്ട് വരുന്ന സംഖ്യ 11. എങ്കിൽ 19 + 11 30 ആണ്. ഇവിടെ ഓപ്ഷൻ അതിലൊരു കറക്ഷൻ ഉണ്ട്, 31 അല്ല 30 ആണ്. അതുകൊണ്ട് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ സി 30 ആണ്. ക്ലിയർ അല്ലയോ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. മറ്റൊരു ചോദ്യം. എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഹരണം എന്ന ചിഹ്നത്തെയും ഡി ഗുണനം എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A 12C 6D 2B 5 എത്ര എന്നാണ് ചോദ്യം. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് ചെയ്ത് പഠിച്ചതാണ്. ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇതിൻ്റെ നടുക്കിടക്കുന്ന ലെറ്റേഴ്സ് എഴുതാതെ സംഖ്യകൾ മാത്രം ഒന്ന് എഴുതി വെച്ചേ. 18 എഴുതി, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ 12 എഴുതും. വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സി എഴുതുന്നതിന് പകരം ഗ്യാപ്പ് ഇടുന്നു, അവിടെ 6 എഴുതുന്നു. വീണ്ടും ഡി എഴുതുന്നില്ല, 2 എഴുതുന്നു. ബി എഴുതുന്നില്ല, 5 എഴുതുന്നു. ഓക്കെ ആണേ? ഇനി പറ, 18ന്റെയും 12ന്റെയും ഇടയ്ക്ക് മക്കളെ എ എന്ന് കിടക്കുന്നുണ്ടാ നമുക്കറിയാം പ്ലസ് ആ, അപ്പൊ പ്ലസ് കൊടുക്കണം. 12ന്റെയും 6ന്റെയും നടുക്ക് സി ആണ്. സി എന്ന് പറഞ്ഞാൽ ഡിവിഷനാ. അപ്പൊ 12ന്റെയും 6ന്റെയും നടുക്ക് ഡിവിഷൻ കൊടുക്കണം. അടുത്തത് 6ന്റെയും 2ന്റെയും നടുവിൽ ഡി ആ. ഡി എന്ന് പറഞ്ഞാൽ മക്കളെ ഇൻറ്റു കൊടുക്കണം. അടുത്ത 2ന്റെയും 5ന്റെയും ഇടയിൽ ബി എന്ന് പറഞ്ഞാൽ മക്കളെ മൈനസ്, അപ്പം മൈനസ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണേ? ശരി, ഇനി നമുക്കറിയാം നമ്മുടെ ചോദ്യം ബോർഡ് മാസ് എന്ന നിയമപ്രകാരമാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ്. ശരി, ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന വാക്കുണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ആദ്യം നമുക്ക് ഈ ഡിവിഷന്റെ ഇത്രയും ഭാഗം ചെയ്യാം. 12/6 മക്കളെ 2 വരുവേ. ബാക്കി ഞാൻ അതേപോലെ എഴുതുക. വലത്തോട്ട് ഗുണം ഒരു 2 ഉണ്ട്, മൈനസ് ഒരു 5 ഉണ്ട്, ഇടത്തോട്ടൊരു പ്ലസും ഉണ്ട്, ഒരു 18 ഉണ്ട്. ഡിവിഷൻ വേറെ ഇല്ല, ഒറ്റ ഉള്ളായിരുന്നു. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ട്. ശരി, അപ്പോൾ ഇവിടാണ് മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നത്. ഇതങ്ങ് ചെയ്യാം. 2 × 2 മക്കളെ 4, മൈനസ് ഒരു 5 കൂടെ, വലത്തോട്ട് പ്ലസും ഉണ്ട്, ഒരു 18 ഉണ്ട്. ഇനി കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചെയ്യണം. നോക്കാം. 18 × 4 22. 22ൽ നിന്ന് 5 പോയാൽ 17. നമ്മുടെ ശരി ഉത്തരം 17 ആണ്. വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി 17 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. അത്യാവശ്യം നല്ലൊരു ചോദ്യം. മക്കളെ ബ്രാക്കറ്റ് തന്നെ, എല്ലാ ബ്രാക്കറ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ബ്രാക്കറ്റ്, ഡബിൾ ബ്രാക്കറ്റ് അഥവാ കേളി ബ്രാക്കറ്റ് എന്ന് പറയും, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, അങ്ങനെ എല്ലാവരും വരുന്നൊരു ചോദ്യമാണ്. ശരി, നമ്മുടെ നിയമം എന്തുവാ മക്കളെ? ബോർഡ് മാസ്. നമ്മുടെ നിയമം ബോർഡ് മാസ്. നോക്കാം, ബോർഡ് മാസ് ആണ് നമ്മുടെ നിയമം. ഓക്കെ, ശരി. ഈ ബോർഡ് മാസിൽ ബ്രാക്കറ്റ് തന്നെ മക്കളെ 3 എണ്ണം ഉണ്ട്. നമുക്കറിയാം. ഒന്ന് സിംഗിൾ ബ്രാക്കറ്റ്. ഒന്നാമത്തെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബ്രാക്കറ്റ്. ശരിയാണോ? സിംഗിൾ ബ്രാക്കറ്റ് ഇതാണ് ആദ്യം വരേണ്ടത്. രണ്ടാമത്തെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്രാക്കറ്റ് ഓർ കേളി ബ്രാക്കറ്റ്. മൂന്നാമത്തെ ബ്രാക്കറ്റ് മക്കളെ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബോർഡ് മാസിന്റെ ക്രമം. അപ്പം ആ ക്രമത്തിൽ ചെയ്യുമ്പം ആദ്യം ഇവിടെ ഒരു സിംഗിൾ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ടോ? സിംഗിൾ ബ്രാക്കറ്റ് ഉണ്ടോ? നമുക്ക് ആദ്യം അവനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സിംഗിൾ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം
അവിടെ തന്നെ നമുക്ക് മൈനസും പ്ലസും ഉണ്ട്. നമുക്കറിയാം മൈനസും പ്ലസും കിടന്നാൽ ഒരു സൈഡിൽ നിന്ന് ചെയ്താൽ മതി. എങ്കിൽ 5 - 8 നമുക്കറിയാം 5 8 പോകത്തില്ല, 8 5 കുറയ്ക്കാം, 3 വരും. തിരിച്ചു കുറച്ചുകൊണ്ട് -3 എന്നാ വരുന്നത്. -3 + 4 -3 + 4 എന്ന് പറഞ്ഞറിയാം. -3 4 കൂട്ടുമ്പോൾ നമുക്കറിയാം എന്ത് വരും? വലുത് 4 3 കുറച്ച 1, വലുതിന്റെ എണ്ണം പ്ലസ്സുവാ. അപ്പൊ ഇത്രയും ഭാഗം ചെയ്യുമ്പം മക്കളെ 1 കിട്ടത്തില്ലയോ? 1 എന്ന് വരും. ശേഷം വലത്തോട്ടൊരു പ്ലസ് ഉണ്ട്, ഒരു 2 ഉണ്ട്, ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ടേ. ശേഷം മൈനസ് ഉണ്ട്, ഒരു 1 ഉണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടേ. വീണ്ടും മൈനസ്, ഒരു 4 ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഇടത്തോട്ട് മക്കളെ മൈനസ് ഉണ്ട്, 24 ഉണ്ട്, 24. ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ടേ. പ്ലസ് ഉണ്ട്, ഒരു 15 ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടേ. വെളിയിൽ ഒരു 10 പ്ലസും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ശേഷം വലത്തോട്ട് കിടക്കുന്ന എല്ലാവരെയും ഞാൻ എഴുതി, ഇവന് ശേഷം ഇടത്തോട്ട് കിടക്കുന്ന എല്ലാവരെയും ഞാൻ എഴുതി. ഇനി അടുത്ത മക്കളെ ഡബിൾ ബ്രാക്കറ്റ് അഥവാ കേളി ബ്രാക്കറ്റ്, ഇതങ്ങ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതങ്ങ് ചെയ്യാം. ഓക്കെ ആണോ? അത് ചെയ്യുമ്പം മക്കളെ 24 - 1 എന്ന് പറഞ്ഞാൽ 23, 23 + 2 എന്ന് പറഞ്ഞാൽ 25. അപ്പൊ ഇവരെ മൊത്തത്തിൽ ചെയ്യുമ്പം മക്കളെ 25 എന്ന് വരത്തില്ല, 25. 24 1 പോയാൽ 23, 23 + 2 എന്ന് പറഞ്ഞാൽ 25. അപ്പൊ ഇവനെ ഇത്രയും കൂടെ ചെയ്തപ്പോൾ 25 എന്ന് വന്നു. ശേഷം വലത്തോട്ടുള്ളവന്മാരെ ഞാൻ എഴുതുക. മൈനസ് ഉണ്ട്, ഒരു 1 ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, -4 ഉണ്ട്. ഇടത്തോട്ട് പ്ലസ് ഉണ്ട്, ഒരു 15 ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അതിന്റെ വെളിയിൽ 10 പ്ലസും ഉണ്ട്. ശരി, ഇനി നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യാം. 15ഉം 25 കൂടെ കൂട്ടിയ മക്കളെ 40. 40 1 കുറച്ചാൽ 39. ശരിയാണോ? 39 വരും. അപ്പൊ ഇവനെ മൊത്തത്തിൽ നമ്മൾ ചെയ്തപ്പം 39 എഴുതി. ഇനി ഇതിന്റെ ഇടത് സൈഡിലോട്ട് മക്കളെ പ്ലസ് ഉണ്ട്, ഒരു 10 ഉണ്ട്, വലത് സൈഡിലോട്ട് മക്കളെ മൈനസ് ഉണ്ട്, ഒരു 4 ഉണ്ട്. ഒന്നുമില്ല, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ. ഇതൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. 10 39 കൂട്ടിയ മക്കളെ 49. ശരിയാണോ? 49 നിന്ന് 4 കുറച്ചാൽ 45. നമ്മുടെ ശരി ഉത്തരം 45 എന്ന് വരും. നമ്മുടെ റൈറ്റ് ആൻസർ 45 ആണ്. ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണോ? നമ്മൾ കഴിഞ്ഞുപോയ LDC പരീക്ഷയുടെ, അതായത് തിരുവനന്തപുരം LDC പരീക്ഷയുടെ 10 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പരിശോധിച്ചത്. അനുബന്ധ വസ്തുതകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് തന്നെ BSc ചോദിച്ചിട്ടുള്ള ഇതേ മോഡലിൽ അല്ലെങ്കിൽ ഇതേ റേഞ്ചിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എങ്കിൽ ഈ ക്ലാസ് ഷെയർ ചെയ്യുക. വരാൻ പോകുന്ന ഓരോ പരീക്ഷകൾക്കും ഇത് ഫലപ്രദമാകട്ടെ, നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.